വെള്ളത്തിൻ്റെ കളർ നോക്കിക്കോട്ടാ. എന്നാ പൈപ്പുകളിലാണ് വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ. ഇതിപ്പോൾ നമ്മൾ വെള്ളം കളയാൻ വേണ്ടിയാണ്, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കളയണം കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടുത്തെ പൈപ്പുകളിൽ വരുന്ന വെള്ളം. ഈ പൈപ്പ് കഴിച്ചാലോ, കഴിച്ച ഓ എന്നാ ശരിക്കും ഇത് നോക്കിയാണ്ട കുറിഞ്ഞ് വരണ്ട നോക്കിയാ എന്നാ അത്രയൊക്കെ അവസ്ഥ ഉണ്ടാ കണ്ടാ. കുറുക്ക് ഭയങ്കര പ്രശ്നമുള്ള വെള്ളം ഉണ്ട് കണ്ടാ. അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ ഇപ്പോൾ നോക്കിയാണ്ട. ഇതൊക്കെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാ. നമ്മൾ കട്ടേന് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളമല്ല, ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളമാണ് ഇതേപോലെ വരാറ് ശരിക്കും. ചിലയിടത്തൊക്കെ ബാക്ക് വാഷ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെ. ഇതിപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ടാങ്കിലുള്ള വെള്ളമാണ് നേരിട്ട് വരുന്നത് കേട്ടോ. ഇത്രയും മോശമുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കണണ്ട. അപ്പോൾ ഈ വെള്ളമാണ് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യേണ്ടത് കേട്ടോ. വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പൈപ്പ് കട്ടണമെങ്കിൽ വെള്ളം തുറന്ന് വിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ തുറന്ന് വിട്ട അവസ്ഥയിൽ കാണുന്നത് കേട്ടോ. ഫിറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ തുറന്ന് വിട്ട പൈപ്പ് ഉണ്ടത്. അപ്പോൾ എത്രത്തോളം വെള്ളം ക്ലിയർ ആയി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫിൽറ്റർ കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. കണ്ടാ, ഇതാണ് വെള്ളത്തിൻ്റെ റിസൾട്ട് കേട്ടോ. കാരണം ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ളൂ. ഇത്രയും അഴുക്കും ടർബിഡിറ്റി ഇതൊക്കെ ഉള്ള വെള്ളം നമ്മൾ ശരിക്കും 2 സിലിണ്ടർ വെക്കേണ്ട അവസ്ഥയാണ്. ഒരു സാൻഡ് സിലിണ്ടറും ഒരു അയൺ സിലിണ്ടറും വെച്ചിങ്ങായിട്ടും ഫിൽറ്റർ ചെയ്യേണ്ട അവസ്ഥയിൽ ഒരു സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അത് ഒരു സിലിണ്ടർ വെച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള അല്ല എൻ്റെ കാര്യം. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം വെക്കാൻ നിവർത്തിയുള്ളവരുണ്ടാവും. അപ്പോൾ പരമാവധി അയണൊക്കെ നമ്മൾ അയൺ റിമൂവറൊക്കെ കൂടുതൽ നിറച്ചിട്ട് ഒരു സിലിണ്ടറിൽ നമ്മൾ കൊടുക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാഷും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം 2-3 ദിവസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ചിലർ പറയാറുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നമ്മൾ ചെയ്യണം. ശരിക്കും ഈ വെള്ളം 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ കൂടെ എന്ത് ചെയ്യണം, ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അത്രക്കും പ്രശ്നമുള്ള വെള്ളമാണ്. അത് നമ്മൾക്ക് ഇത്രയും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഓണർ നവാസ്ക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നവാസ് കടയിൽ കൊടുക്കാം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള വെള്ളമാണ് ഞാൻ പറഞ്ഞല്ലോ വന്നപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും 2 ഇത് വെച്ച് കാട്ടി ചെയ്യേണ്ട ഇതുണ്ടെന്ന് അറിയാലോ. അതിനറിയാം നമ്മളെ ഒരു പരിധി അനുസരിച്ച് നമ്മൾ ഒരെണ്ണത്തുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയും നല്ല ക്ലിയറിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റിസൾട്ട്. ഇത് ഇനി പ്രശ്നം പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നമ്മൾ ഒരാഴ്ചയാണ് ബാക്ക് വാഷ് ചെയ്യാൻ പറയാറ്. ഇവിടുത്തെ വെള്ളം ആയതുകൊണ്ട് ഈ വെള്ളം ഇതേപോലത്തെ വെള്ളം ഉള്ളവർ എന്ത് ചെയ്യണം, 2-3 ദിവസം എത്തുമ്പോൾ എന്ത് ചെയ്യണം, ബാക്ക് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഈ അടിഞ്ഞിരിക്കുന്ന ഈ ഊറി കിടക്കണ ഇതുണ്ടല്ലോ, ഈ അഴുക്കുകൾ കംപ്ലീറ്റ് ഇതിന്റെ മുകളിൽ വന്നുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അടഞ്ഞിട്ട് ഇതുണ്ടാവും, ഈ വെള്ളം അടിയിലേക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഈ ഒരു പൈപ്പ് ഓർക്കുമ്പോ ഒരു പൈപ്പിൽ വെള്ളമില്ലാത്ത അവസ്ഥ വരും. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നിറച്ചേക്കണം മീഡിയം കംപ്ലീറ്റ് കവറിങ് ആവും. ഇതിന്റെ കവറിങ് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കൂല. അപ്പൊ റിയാക്ഷൻ നടക്കാണ്ടാവുമ്പോൾ മഞ്ഞവെള്ളം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു മുതൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെള്ളം മോശമുണ്ട്. അപ്പൊ നമ്മൾ പരമാവധി 3 ദിവസം എത്തുമ്പോഴെങ്കിലും എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ഇതാണ് നമ്മളെ റിസൾട്ട്. അല്ല, ഇത് ഇത്രയും വെള്ളം ക്ലിയർ ആക്കിയിട്ട് ഭയങ്കര സന്തോഷം. ഇത്ര നാൾ ഉപയോഗിച്ചായിരുന്നു വെള്ളമല്ല കണ്ട് കേട്ടോ, സന്തോഷം. അപ്പൊ ഇതേപോലെ വെള്ളം ക്ലിയർ ആക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വെള്ളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മനസ്സംതൃപ്തിയോടെ കൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ. ബൈ.